കഴുതകളി, അതായത് ചീട്ട് കളി. ഞാൻ പള്ളിയിലൊക്കെ പോലെയാണ്, എനിക്ക് ധാരാളമാണ്. ഇത് ചീട്ടുകളി അല്ല, കഴുതകളിയാ. ഇതില് എല്ലാ ആസും ഇത് ഞാൻ എങ്ങനെ കളിക്കേതിട്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. എനിക്കാടാ, ഞാൻ കളിച്ചോളാം. നിന്റെ ഷഫ്ലിംഗ് ഇട്ട് കണ്ടപ്പോഴേ എനിക്കറിയാം ഞാൻ കളിക്കുന്നില്ല. ഞാൻ ഇടാം. നീയൊക്കെ തോട്ടെ. അതിനെ കഴുത ഹാഷർ മരിക്കണം. ആസുള്ളവനൊക്കെ കളി തുടങ്ങും. എടുത്തോണ്ട് പോടാ. താങ്ക് യു. കഴുത ഹാഷർ കളിക്കോ? ഏത് കഴുത? അല്ല കഴുത കളി. ഇവനെ പിടിപ്പിക്കാം, ഒന്ന് കാത്തിറക്കാം. നീ എന്നെ പിടിപ്പിക്കാൻ നോക്കുന്നല്ലേ? എന്നാ അതിന്ന് താഴെ വരണേ. അളിയെന്നെ കാണുമല്ലേ അളിയാ? മണ്ടക്കിട്ട് കിട്ടി വിട്ടു. കഴുത കളിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. കള്ളക്കളി കളിക്കാൻ അവിടെ വന്നിരിക്കുന്നത് ഒന്നുമില്ല ഇവന്റെ. ഇതില് ഞാൻ പിടിപ്പിക്കും. കഴുത ഹാഷറിന്റെ കളി ഉമ്മരൊക്കെ കാണാൻ പോണേ ഉള്ളൂ. അടുത്ത വെട്ട്. എടുത്തോ അവനുള്ള അളിയനങ്ങ് മേടിച്ചിട്ട് ഇത് എപ്പോഴും എനിക്ക് തന്നെ ഇത് നിങ്ങൾ ഒത്തുകളിയാ. ടീമായിട്ട് ചേർന്ന് വെട്ടുവിനായനെ അങ്ങ് പുറത്താക്കിയാലോ? നീ കാടും കൂടെ മേടിച്ചിട്ട് അവനോട് കളി. വെട്ട് വേണോ? ഞാൻ പോണ്ടാ, ഞാൻ മടുത്തറ. ഇവൻ പോയി അങ്ങനെ കഴുത വിളിക്കുന്നവര്. അത് ശരിയാണ്. എങ്കിൽ നീ വിട്ടോ, ഞാനും വെട്ടുവിനായും കൂടെ കളിക്കാം. നിന്റെ എന്ന് കളിക്കാൻ നീ വിട്ടോ. പേടിച്ചാവട്ടെ. കഴുത കളിച്ചൊരു ഫ്ലോയില് വന്നു തരും. എത്ര വെട്ടാണ് ഞാൻ വെട്ടിയത്. സൂപ്പറാണ് ജയിച്ചു തന്നെ. ഞാൻ പോണ്ടാ. ചേട്ടാ, എനിക്കൂടെ ചാൻസ് വാങ്ങി തരൂ. ഞാൻ നല്ല നടന. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ പടത്തിൽ ചാൻസ് ഇല്ല. എന്തോട്ടാ ചാൻസ് ഇല്ല? സ്ക്രിപ്റ്റ് നോക്കി വരുന്നത് മാറി. അല്ല, സാറ് വിളിച്ചായിരുന്നു. തന്റെ അടുത്തല്ലടോ, അവന്റെ അടുത്ത്. സാർ, ഈ സ്ക്രിപ്റ്റിനകത്ത് എന്തായാലും എനിക്കൊരു റോൾ ഉണ്ട് സാറേ. സാർ ഒന്ന് കേറി വാ. സാർ, നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ബൈജു എന്നാണ്. ബൈജു ഞാനേ. സാർ, ഈ ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശാന്തം. അതല്ലായിരുന്നില്ലേ? അനിയെ സർട്ടിഫിക്കറ്റ് ആക്കല്ലേ. അങ്ങനെ ഈ കാമായിട്ടുള്ള ബൈജുവിന് ഒരു കാമുകയുണ്ട് സാർ. തമന്നെ സമന്തയായാലും തമന്നെ മതി സാറേ. എന്ത് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ് കേട്ടോ. സാർ പറഞ്ഞു. അങ്ങനെ സമാധാനമായി പൊക്കോണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാർ. ഒരു 4 ചായ, കടുപ്പം കുറച്ച് മധുരം കൂട്ടിയാണ്. എനിക്കൊരു സ്ട്രോങ് കൂട്ടി മധുരം കുറച്ചൊരു ചായ. അമ്മ തേയില കുറച്ച്, പഞ്ചസാര കുറച്ച്, പാല് കുറച്ചൊരു ചായ, പിന്നെ ചൂടുകൂടെ കുറച്ചോ. നീ പറഞ്ഞ സാധനം എന്താ ആദ്യമേ ചൂടുവെള്ളം കൊടുക്കൂ? അല്ല, നീ പറഞ്ഞ സാധനമാണ് ഇത്. ഇത് ഒന്നും ഇട്ടിട്ടില്ല. നീ ഇന്ന് മോന്തിക്ക്. പിന്നെ അല്ല ഓരോ തേങ്ങകള്. ചേട്ടാ, ഒരു ഷവർമ വേണ്ട. മയണൈസ് കൂട്ടിയൊരു ഷവർമ, മയണൈസ് കുറച്ചൊരു ഷവർമ. ഒതന്റിക് ആയിട്ടുള്ള ഷവർമ ഉണ്ടാ ഇവിടെ? ഇല്ല. റൊമാനിയൻ ഷവർമ ഉണ്ടാ? ഇല്ല. ടർക്കിഷ് ഉണ്ടാ? അതില്ല. ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടാ? ഇല്ല. കസാഖിസ്ഥാനാ? ഇല്ല. ബംഗാൾ ഷവർമ ഉണ്ടാ? അതില്ല. കൊറേ എണ്ണം 2 കോഴി വെച്ച് എങ്ങനെ ഷവർമ ഉണ്ടാക്കി പറ്റും? ഇവിടുത്തെ ഷവർമ എത്ര രൂപയാടാ? 15 രൂപ. 15 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണം? എനിക്കൊരു റൊട്ടീന്റെ അകത്ത് ചിക്കനും മുട്ടയും പൊരിച്ചങ്ങ് വായി വെച്ച് തിന്നാൻ ഉണ്ടായിരുന്നു. ഇത് ആശ്ചര്യല്ലേ? ഒതന്റിക് ടർക്കിഷ് വരട്ടെ. ഇവന്മാർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര കണ്ടന്റ് ഇട്ടേ? ചായ ഷവർമ വേണമെന്ന് ഒരേ സമയം ഇവനെയും താറ്റും. ഇത് കറക്റ്റ് ബാബുവാണ് ഇവൻ കേട്ടാ. ഇവ കറക്റ്റ് ബാബുവാണ്. ഒരേ സമയം ഇപ്പൊ ഞാനും മെന്നി നിന്ന മെന്നിയുടെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് ചിരിക്കും, എന്റെ കാര്യം പറഞ്ഞ് മെന്നിയുടെ അടുത്ത് ചിരിക്കും. മനസ്സിലായ? ബാബുവാണത്. ഇത് ബാബുവാണിത്. നല്ല സോഡ നാരങ്ങ. സോഡ ഇല്ലാത്തൊരു നാരങ്ങയുള്ള, ഒരു സോഡ നാരങ്ങയുള്ള സോഡ ഒഴിക്കണ്ട. എനിക്കറിയാൻ മേക്കളെ ഇവന്മാർക്ക് ഞാൻ ഒന്നടിച്ചാൻ കൊടുക്കും. അമ്മടുത്ത കളി മറന്നണ്ടി സോഡ ഉണ്ടാ? മറന്നണ്ടി ഇടാതൊരു സോഡ ഇട്. നീ അവന്മാരോ അനിയനായിരുന്നു. ഇന്നലെ ഞാൻ മൂത്രമൊക്കെ ഇറങ്ങാൻ നേരത്തെ ടെറസിന്റെ മണ്ടയിൽ ഒരു പുകമായ. നിങ്ങളെന്തോ പറഞ്ഞു വരുന്നേ? ഞാൻ സിഗരറ്റ് വലിയ തുടങ്ങിയെന്നാണോ? ആണ്. ഇതുവരെ എന്റെ കുടുംബത്തെ ആർക്കും ഇല്ലാത്തൊരു ദുശീലം. എടാ, ഒന്നും ഇല്ലെങ്കിൽ നീ ആ ദിവാകരന്റെ മോനോട്ടാ കൂട്ട്. അവനെ കണ്ടുപടി. ഒരു ദുശീലമില്ല. അളിയോ മോനെ, എനിക്ക് നല്ല സംശയമുണ്ട് ഇവ തുടങ്ങിയോ. എടാ, നിനക്ക് അറിഞ്ഞൂടാ? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകയിപ്പിടിപ്പത് മുട്ടുമയിൽ ഉണ്ടാക്കും, മറ്റും ഉയരെ കൊല്ലും. തെരിയാത്? അവനിതൊന്നും തെരിയാത്. അപ്പൊ സമയം കിട്ടുമ്പോ അവനെ ഒന്ന്
ഓക്കെ. എന്തുവാടാ ഇതൊന്നും വലിക്കരുതെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നേ അച്ഛാ. കൂൾ ചൂടൊക്കെ